ഉള്ളവരെ 2021 കോൺഗ്രസും UDF-ഉം രണ്ടാമതും തോറ്റ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്തത് BJP ആയിരുന്നു. അവരുടെ പ്രതീക്ഷ എന്ന് വെച്ചാൽ കോൺഗ്രസ് രണ്ടാമതും പ്രതിപക്ഷത്താണ്, അവരുടെ അണികൾ BJP-യിലേക്ക് കുത്തായി ഒഴുകും, കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ സംസ്ഥാനത്ത് അപകടത്തിലാകും, BJP ആ സ്പേസ് കീഴടക്കും, BJP 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ കൊയ്യും എന്നാണ്. പക്ഷേ 2026 നിയമസഭാ റിസൾട്ട് വരുമ്പോൾ BJP-യുടെ രാഷ്ട്രീയ മോഹങ്ങളൊക്കെയും അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുകയാണ്. 3 സീറ്റ് BJP നേടി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പതിറ്റാണ്ടുകളായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സ്വാഭാവികമായി നേടിയ സീറ്റുകൾ മാത്രമായേ നമുക്കതിനെ പരിഗണിക്കാൻ പറ്റൂ. നേമം അവരുടെ സ്വാധീനമുള്ള മണ്ഡലമാണ്. ചാത്തന്നൂരും കഴക്കൂട്ടത്തും BJP വിജയിക്കുന്നതിന് കാരണമായത് നിരന്തരം ആ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെടുന്ന BJP സ്ഥാനാർത്ഥികൾ ആ മണ്ഡലത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ്. രാഷ്ട്രീയ വോട്ടുകൾ എന്നതിനപ്പുറം വ്യക്തിപരമായ വോട്ടുകൾ കൂടി അവിടെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. BJP-യുടെ രാഷ്ട്രീയ മോഹങ്ങൾ അത് മോഹങ്ങൾ മാത്രമായി അവശേഷിക്കുന്നു എന്നാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ വ്യക്തമാകുന്നത്. കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഒന്നും വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറി അവരെ നാമാവശേഷമാക്കിക്കൊണ്ട് BJP-ക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ നേടുവാൻ കഴിഞ്ഞില്ല എന്നു തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, കോൺഗ്രസ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമസഭാ സാമാജികരെ വിജയിപ്പിച്ചുകൊണ്ട് ചരിത്ര നേട്ടത്തിലേക്ക് നടന്നെടുത്തു എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും BJP-ക്ക് കോൺഗ്രസിൻ്റെ സ്പേസിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് കോൺഗ്രസ് സഹായിച്ചത് അവരുടെ യുവ നേതൃത്വമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും BT ബലറാമും ഒക്കെ ഉൾപ്പെടുന്ന അവരുടെ യുവ നേതൃത്വം, ഒപ്പം അവരുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗിൻ്റെ PK ഫിറോസും ഫാത്തിമ തഹ്ലിയും ഒക്കെ ഓടുന്ന ഒരു യുവ നേതൃത്വവും അവരെ സഹായിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറം കോൺഗ്രസിന് ഏറ്റവും വലിയ ബലമായി നിന്നത് അവരുടെ പ്രതിപക്ഷ നേതാവാണ്. നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പഠിച്ചുള്ള അവതരണങ്ങൾ ഒക്കെയും വലിയ രീതിയിൽ UDF-നെ സഹായിച്ചിട്ടുണ്ട്. ഒരു പാർട്ടി എന്ന രീതിയിൽ അവരുടെ നിയമസഭയിലെ പ്രകടനങ്ങൾ ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. അവരുടെ ആ വിലയിരുത്തൽ കോൺഗ്രസ്സിന് ഉപകരിച്ചിട്ടുണ്ടെന്നത് വലിയ യാഥാർത്ഥ്യമാണ്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ദീർഘമായി പ്രശ്നങ്ങൾ പഠിച്ച് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ആളാണ്, വലിയ വായനാശീലമുള്ള ആളാണ്. അതൊക്കെയും UDF-ൻ്റെ ഒരു തിരിച്ചുവരവിന് നിദാനമായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും BJP-യുടെ നേതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖറിലായാലും ഒപ്പം സുരേന്ദ്രനായാലും VD സതീശനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്തരം ഒരു നിലവാരത്തിലെത്താത്ത നേതാക്കന്മാരാണ്, കമ്പയർ ചെയ്യുവാൻ പോലും പറ്റാത്ത നേതാക്കന്മാരാണെന്നാണ് വ്യക്തം. അതുകൊണ്ട് തന്നെ VD സതീശൻ്റെ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നതും പ്രതിപക്ഷം എന്ന നിലയിലേക്ക് കോൺഗ്രസ് മാത്രമാണ് ഉചിതം എന്ന രീതിയിലേക്ക് ജനങ്ങളെ ചിന്തിപ്പിക്കുന്നതിനിടയായിട്ടുണ്ട്. BJP-ക്ക് ആ സ്പേസിലേക്ക് കടന്നു കയറുവാൻ കഴിഞ്ഞില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ കൃത്യമായ ഇടപെടൽ നിയമസഭയിൽ, ഒപ്പം അവരുടെ യുവ നേതൃത്വത്തിൻ്റെ ഒരു പ്രകടനം. മിക്കപ്പോഴും ഷാഫി ഒക്കെ മിക്ക മണ്ഡലങ്ങളിലും പ്രചരണാർത്ഥം പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ വലിയ റിസൾട്ട് കോൺഗ്രസ് ഉണ്ടാക്കുവാൻ പറ്റി എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിക്കൊണ്ട് CPM തിരഞ്ഞെടുത്തു എന്ന വാർത്ത പുറത്തു വരികയാണ്. അത് CPM-നെ സംബന്ധിച്ച് ഈ അവസരത്തിൽ എത്രത്തോളം ഉചിതമാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായും ദൃഢമായും അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവാകണമായിരുന്നു നിയമസഭയിൽ CPM-നെ പ്രതിനിധീകരിക്കേണ്ടത്. കാരണം അപ്പുറത്ത് BJP അവസരം തേടി നിൽപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, BJP-ക്ക് ഇപ്പോൾ 3 MLA-മാരുണ്ട്. അതിൽ V മുരളീധരനും അതുപോലെ ഉള്ള ആളുകളും. V മുരളീധരൻ കുറച്ചുകൂടി വ്യക്തമായ ഭാഷയുള്ള ആളാണ്. രാജീവ് ചന്ദ്രശേഖറിന് ഭാഷാപരമായി മലയാളം അത്ര നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുവാൻ കഴിയും. ഗോപകുമാറാണ് താരതമ്യേന അതിൽ ദുർബലനായ ഒരു അംഗം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമായി CPM-ൻ്റെ ശബ്ദം നിയമസഭയിൽ ഉയരേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം BJP-ക്ക് നിയമസഭയിൽ സീറ്റുകളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ BJP-യും CPM-ഉം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ CPM-ൻ്റെ ശബ്ദം കൂടുതൽ ദൃഢമായി ഉയരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുവാൻ കഴിയുന്ന, ദൃഢമായി സംസാരിക്കുവാൻ കഴിയുന്ന ഒരാളായിരുന്നു പ്രതിപക്ഷത്തുണ്ടാകേണ്ടത് എന്ന ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ കഴിവുകളെ, അദ്ദേഹം ഘടനാപരമായ അറിവുള്ള ആളാണ്, മാത്രമല്ല മികച്ച ഭരണകർത്താവാണ് എന്ന കാര്യത്തിൽ ഒന്നും സംശയമല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് വിഷമപ്പെടുന്നുണ്ട്. 82 വയസ്സിലധികമായി. അതുകൊണ്ട് തന്നെ ഒരു യുവ നേതൃത്വത്തിലുള്ള ആരെയെങ്കിലും CPM പ്രതിപക്ഷ നേതാവായി
കൊണ്ടുവരണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. കാരണം CPM എന്ന് പറയുന്ന പ്രസ്ഥാനം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഒരിക്കൽ കൂടി CPM പിണറായി വിജയനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്, പ്രതിപക്ഷ ആക്കുകയാണ്. മറ്റൊരു പ്രത്യേകത CPMനെ സംബന്ധിച്ച് ഇപ്രാവശ്യം പ്രതിപക്ഷ നേതൃനിരയിൽ നിർത്തുവാൻ പറ്റുന്ന ആളുകളൊന്നും വിജയിച്ചിട്ടില്ല എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പിണറായി വിജയനെ തന്നെ ശരണം പ്രാപിക്കുന്നത്. ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് വിജയിച്ച ബാലഗോപാലാണ്. ബാക്കി ഉള്ള MP രാജേഷ് ഉൾപ്പെടുന്ന CPMൻ്റെ യുവ നേതൃത്വം അമ്പാടും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എങ്കിലും CPMനെ സംബന്ധിച്ച് അവരുടെ പോഷക സംഘടനകൾ DYFIയും SFIയും CITയും ഒക്കെ ഓരോ ഗ്രാമങ്ങളിലും സജീവമാണ്. അവർ വഴി ഒരുപക്ഷെ പാർട്ടിയുടെ ശബ്ദം പ്രതിഷേധ പ്രകടനങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ മുഴങ്ങുമെങ്കിലും നിയമസഭയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവിടെ കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുക, അവിടെ ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യുക എന്നിവയൊക്കെ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ പറ്റുന്ന സമയത്ത് പ്രായാധിക്യം മൂലം കഷ്ടപ്പെടുന്ന പിണറായി വിജയനെ അദ്ദേഹത്തെ സംബന്ധിച്ച് എത്രത്തോളം അതിന് പ്രായോഗികമായി കഴിയും എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചതുപോലെ സംസ്ഥാനത്ത് ആകമാനം ഓടി നടന്ന് പാർട്ടിയെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്, മുന്നണിയെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ശാരീരികമായ അസ്വസ്ഥത നേടുന്ന അദ്ദേഹത്തിന് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും എന്ന ഒരു ചോദ്യം വരികയാണ്. ഒരുപക്ഷെ മൂന്നാം അംഗത്തിന് ഇറങ്ങി പരാജയപ്പെട്ട അദ്ദേഹത്തെ ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതാവാക്കുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് എത്രത്തോളം പ്രായോഗികമാണ് എന്ന ഒരു ചോദ്യം ഉയരേണ്ടതുണ്ട് ആ പാർട്ടിയിൽ നിന്ന്. ശൈലജ ടീച്ചറെ പോലെ പ്രതിപക്ഷ നേതൃത്വത്തിൽ വരാമായിരുന്ന ആളുകളെ, സ്വരാജിനെ പോലെ യുദ്ധത്തിൻ്റെ പ്രസരിപ്പുള്ള ആളുകളെയൊക്കെയും ഒരുപക്ഷെ മത്സരിപ്പിക്കാതെയും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയുമൊക്കെ CPM പ്രതിസന്ധിയെ നേരിടുന്നു എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്വരാജോ ഒരുപക്ഷെ ശൈലജ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയന് വിശ്രമം കൊടുത്ത് അവരെ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് കൊണ്ടുവരാമായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 2026 സംഭവികാദികൾ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ BJP എന്ന ഒരു പ്രസ്ഥാനം നിയമസഭയിലുണ്ട്. അവരുടെ പ്രകടനങ്ങൾ കൂടി ജനങ്ങൾ വിലയിരുത്തും. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ BJP CPMൻ്റെ സ്പേസ് പിടിച്ചെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. CPMൻ്റേത് മാത്രമല്ല കോൺഗ്രസിൻ്റെയും. കാരണം ഭരണത്ത് കോൺഗ്രസ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ഒരു ഇലക്ഷനിൽ അതിൻ്റെ തിരിച്ചടി കോൺഗ്രസിനുണ്ടാകും എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പിണറായി വിജയനേക്കാൾ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി സംസാരിക്കുവാൻ കഴിയുന്ന ഒരാൾ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശകലനം. പക്ഷേ CPMനെ സംബന്ധിച്ച് 35 MLA മാത്രമേ ഉള്ളൂ. ഇനി ഒരാളെ പ്രതിപക്ഷ നേതൃത്വത്തേക്ക് പരിഗണിക്കാൻ പറ്റുക P. മുഹമ്മദ് റിയാസാണ്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ മരുമകനെ കൊണ്ടുവന്നു എന്നൊരു അപവാദം പിണറായി വിജയൻ കേൾക്കേണ്ടി വരും എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. BJP അവസരങ്ങൾ കാത്ത് പുറത്തു നിൽപ്പുണ്ട് എന്നത് തന്നെ നിയമസഭയിൽ രണ്ടു മുന്നണികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് ഭരണപക്ഷത്തുള്ളത് കൊണ്ട് തന്നെ BJP ഇനിയുള്ള സമയങ്ങളിൽ കൊണ്ടുവരുന്നത് പ്രീണനവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളായിരിക്കും. നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ ഭരണത്ത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ധ്രുവീകരണത്തിലൂടെ വീണ്ടും തങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുവാനായിരിക്കും ശ്രമിക്കുന്നത്. മാത്രമല്ല പുറത്ത് BJPക്ക് സ്വാഭാവിക പിന്തുണയുമായി വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളുണ്ടാകും. അപ്പോൾ കോൺഗ്രസും CPMും ഒക്കെ നിയമസഭയിൽ അവരുടെ പ്രകടനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. തൽക്കാലം ഈ വീഡിയോയുടെ അങ്ങനെയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.